മാളികപ്പുറം എന്ന ഹിറ്റ് മലയാള ചിത്രത്തിലൂടെ ശ്രദ്ധയാകർഷിച്ച ദേവനന്ദ മലയാളികളുടെ പ്രിയങ്കരിയായ താരമാണിന്ന്. കുട്ടിത്താരമായി എത്തിയ ദേവനന്ദയുടെ വിശേഷങ്ങൾ സിനിമാ ആരാധകർ ചർച്ചയാക്കാറുണ്ട്. അടുത്തിടെയായിരുന്നു നടി ദേവനന്ദയുടെ പിറന്നാൾ. ജന്മദിനത്തിൽ ഒരു ആഡംബര വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് ദേവനന്ദ. ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ് ആണ് വാങ്ങിയിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡിന്റെ ഫോട്ടോകൾ താരം പുറത്തുവിട്ടു. 30.98 ലക്ഷം രൂപയാണ് താരം വാങ്ങിയതിന്റെ പുതിയതിന് എക്സ് ഷോറൂം വില. നവാഗതനായ മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമായ ഗു ആണ് ദേവനന്ദയുടെ അടുത്ത് റിലീസായ ചിത്രം. തിരക്കഥയും മനു രാധാകൃഷ്ണന്റേതാണ്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചന്ദ്രകാന്ത് മാധവാണ്. മണിയൻ പിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻ പിള്ള രാജു നിർമ്മിക്കുന്നു. തെക്കൻ മലബാറിൽ പുരാതനമായ ഒരു തറവാട്ടിലേക്ക് ഒരു അവധിക്കാലം ആഘോഷിക്കാൻ മുന്ന അവരുടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം എത്തുന്നതോടെയാണ് ചിത്രത്തിന്റെ കഥാവികസനം. തറവാട്ടിൽ മുടങ്ങിക്കിടന്ന തെയ്യം നടത്തുന്നതിനാണ് തറവാട്ടിലേക്ക് ഇവർ എത്തുന്നത്. ബന്ധുക്കൾ ധാരാളമുള്ള ഈ തറവാട്ടിൽ കുട്ടികളും ഏറെയുണ്ട്. സമപ്രായക്കാരായ കുട്ടികൾക്കൊപ്പം വിശാലമായ പുരയിടങ്ങളിൽ കറങ്ങാനും കളിക്കാനും ഒക്കെ ഏറെ അവസരങ്ങളുണ്ടായി. ഇത് മുന്നേക്കേറെ ആശ്വാസകരമായി. ഇതിനിടയിലാണ് ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. ഈ സംഭവങ്ങളിലേക്കാണ് പിന്നീട് ഹൊറർ ചിത്രം കടന്നു ചെല്ലുന്നത്. മുന്നയായി ദേവനന്ദയും അച്ഛനായി സൈജു കുറുപ്പുമാണ്. അശ്വതി മനോഹരൻ മുന്നയുടെ അമ്മയായി എത്തുമ്പോൾ ചിത്രത്തിൽ രമേശ് പിഷാരടി, നന്ദിനി ഗോപാലകൃഷ്ണൻ, മണിയൻ പിള്ള രാജു, നിരഞ്ജ് മണിയൻ പിള്ള രാജു, കുഞ്ചൻ, ലയാ സിംസൺ എന്നിവരും പ്രമുഖരായ കുറച്ച് കുട്ടികളും ഗൂവിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നു.